ഷഫീദ്, ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത് ഇത് ക്ലാസ് മുറി അല്ല, പക്ഷേ SSIയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഇടമാണ് എന്നാണ്. എന്നാലും ഇത് ഗുരുതരമായൊരു കൃത്യവിലോപം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കും എന്ന് മിനിസ്റ്റർ ഉറപ്പ് നൽകുകയാണ്. ഇത് ഈ മന്ത്രിയുടെ പ്രാഥമികമായ മന്ത്രിക്ക് ഒരു പക്ഷേ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന ഒരു വിവരം മാത്രമാണ്. പക്ഷെ ആ സ്കൂളിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഇപ്പോൾ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണെങ്കിൽ കൂടി അതേ കാലപ്പഴക്കത്തിൽ തന്നെയാണ് സ്കൂളിലെ ക്ലാസ് മുറികൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും അതടക്കമുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരു കെട്ടിടം, അതിനൊരു കോൺക്രീറ്റ് കെട്ടിടമൊന്നും അവിടെ ഇല്ല. കാരണം ഓടിട്ട കെട്ടിടമാണ്. ആ സ്കൂൾ പലതവണ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള, പലതവണ നമ്മൾ പല ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ള ഒരു സ്കൂളാണ്. അവിടെ ഒരേ പാറ്റേണിൽ തന്നെയാണ് ഈ കെട്ടിടങ്ങളുള്ളത്. അപ്പോൾ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു, അത് സർവശിക്ഷാ അഭിയാന്റെ ഓഫീസാണെന്ന് പറഞ്ഞ് എങ്ങനെ അതിൽ നിന്ന് മന്ത്രി തന്നെ പിന്നീട് അത് പറയുന്നു, ഏത് കെട്ടിടമാണെങ്കിലും അക്കാര്യം പരിശോധിക്കുന്നു. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായി ഇതിനെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ കുട്ടികൾ, നിരവധി കുട്ടികൾ പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരമേഖലയിലെയും തീരദേശ മേഖലയിലെയും പല കുട്ടികളും വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രൈമറി സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കൃത്യമായിട്ടുള്ള പഠനം, അതല്ലെങ്കിൽ ഒരു പരിശോധന അത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാതിരുന്നത് എന്നൊക്കെയുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും വിശദമായ റിപ്പോർട്ട് ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിക്ക് എത്തിയതിനു ശേഷം നടപടി ഉണ്ടാകും. കാലപ്പഴക്കമാണോ, കാലപ്പഴക്കമാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന് എത്തുന്നതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ പ്രവേശനോത്സവം അടക്കം എത്തുന്നതിന് തൊട്ട് മുൻപ് എന്തുകൊണ്ട് ആ രീതിയിൽ ഒരു നീക്കം നടത്തിയില്ല, കൃത്യമായ പരിശോധന നടത്തിയില്ല? PTA അവിടുത്തെ പ്രധാന അധ്യാപികയും സുരക്ഷാ ഓഡിറ്റടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. ഇതൊരു ചെറിയ സംഭവമല്ല. കാരണം ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ പഴക്കമടക്കമുള്ള പല കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും അധികാരികൾ പറയുന്നത് അവിടെ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നില്ല, അതല്ലെങ്കിൽ അവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇരിക്കുന്നതല്ല, ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം അതാണ് പറഞ്ഞ് സാധാരണ തടി തപ്പാറുള്ളത്. പക്ഷേ അതൊരു പ്രശ്നമല്ല. ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടായിട്ട്, അതല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാകുന്ന ഒരു അപകടം ഉണ്ടായിട്ടല്ല അതിന് പ്രിക്കോഷൻ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ ഈ സ്കൂൾ കെട്ടിടത്തിന്റെ പഴക്കം, അതേപോലെ അതിന്റെ മെയിന്റനൻസ്, അതിന്റെ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നടത്തണം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. ഇതിന്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പിക്കണം. ഏതായാലും നമ്മൾ സ്കൂൾ കെട്ടിടത്തിന്റെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ എത്ര ആഴത്തിൽ അല്ലെങ്കിൽ എത്ര വ്യാപ്തിയിലാണ് ആ അപകടം ഉണ്ടായതെന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയണം. തിരുവനന്തപുരം നഗരത്തിലാണ്, തലസ്ഥാന നഗരത്തിന്റെ ഒത്ത മധ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. സമാന സ്വഭാവത്തിൽ തന്നെ 3 ദിവസങ്ങൾക്ക് മുൻപ് ജഗതിയിലെ ഒരു സ്കൂൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്മൾ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കെട്ടിടം പ്രവർത്തിക്കാത്ത കെട്ടിടമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ജീവനക്കാർ, സർവശിക്ഷാ അഭിയാനാണെങ്കിൽ അതിന്റെ ജീവനക്കാരുള്ള കെട്ടിടമാണ്. അവിടെ ആളുകൾ ഇല്ലാതിരുന്നുകൊണ്ട് മാത്രമാണ് ഒരു അപകടം ഒഴിവായത്. നമുക്ക് ലഭിക്കുന്ന ആദ്യ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കെട്ടിടത്തിന്റെ മേൽക്കൂര. അതായത് ഷഫീദ്, ഇപ്പോൾ ഒരുപക്ഷെ ഈ അപകടം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ ഇതിന്റെ മാനം മാറിയേനെ അല്ലേ? അനിത, ഉറപ്പായിട്ടും. കാരണം നേരത്തെ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേട്ടതാണ്. പക്ഷേ ആ രീതിയിൽ ഒരു ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ന്യായം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നേരത്തെ നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അതായത് ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഒറ്റ പാറ്റേണിലാണ് കെട്ടിടം വരുന്നത്. അത് ഓടിട്ട കെട്ടിടമാണ്. അവിടെയാണ് ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത്. സർവശിക്ഷാ അഭിയാൻ പ്രവർത്തിക്കുന്ന സ്പേസ് ആണ് തകർന്നു വീണത്. അത് കുട്ടികളുടെ പ്രശ്നമല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇതേ കാലപ്പഴക്കം തന്നെയാണ് മറ്റു കെട്ടിടങ്ങൾക്കും, അല്ലെങ്കിൽ അതിന് തുടർച്ചയായി വരുന്ന കെട്ടിടങ്ങൾക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടും അവരുടെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടുമാണ് അവരുണ്ടായിരുന്നപ്പോൾ ഈ അപകടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല ഈ സ്കൂള് നമ്മൾ ഈ പൈതൃക സ്കൂൾ എന്നൊക്കെ പട്ടികയിൽപ്പെടുത്തുന്ന ഒരു സ്കൂളാണ്. അങ്ങനെ കേരളത്തിൽ പല സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അടക്കം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് NOC അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ളതടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.